ഏവർക്കും എബീസ് നെസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തുടർച്ചയായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്ക് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ഓർക്കുമല്ലോ. ഇന്ന് നമുക്ക് ഒരു ഗ്രാഫ് എങ്ങനെ വരയ്ക്കാമെന്നതും ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഇവയെക്കുറിച്ചും പഠിക്കാം. ആദ്യമായി ഒരു ഗ്രാഫ് എങ്ങനെയാണ് നെയിം ചെയ്യുന്നത് എന്ന് നോക്കാം. ഹൗ എ ഗ്രാഫ് ഈസ് നെയിംഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുവല്ലോ, ഗ്രാഫിന് രണ്ട് ആക്സിസുകളുണ്ട്. ഏതൊക്കെയാണവ എന്ന് ഓർക്കുന്നുണ്ടോ? ഹൊറിസോണ്ടൽ ആക്സിസ് ഈസ് എക്സ് ആക്സിസ് ആൻഡ് വെർട്ടിക്കൽ ആക്സിസ് ഈസ് വൈ ആക്സിസ്. വെർട്ടിക്കൽ ആക്സിസായ വൈ ആക്സിസിൽ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി ഏതാണോ അതിനെയാണ് ഗ്രാഫിൻ്റെ പേരിൽ ആദ്യം പറയുന്നത്. എക്സ് ആക്സിസിൽ എടുത്തിരിക്കുന്നത് രണ്ടാമതായും പറയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയ ക്രിക്കറ്റ് മാച്ചുമായി ബന്ധപ്പെട്ട ഗ്രാഫ് ഒന്ന് ഓർത്തു നോക്കൂ. അതിൻ്റെ എക്സ് ആക്സിസിൽ എന്തായിരുന്നു എടുത്തിരുന്നത്? ഓവേഴ്സ് ആയിരുന്നു. വൈ ആക്സിസിൽ എടുത്തിരുന്നത് റൺസും. അതിനാൽ നമുക്ക് ആ ഗ്രാഫിനെ റൺ ഓവർ ഗ്രാഫ് എന്നും നെയിം ചെയ്യാം. ഒരു ഗ്രാഫിന് പേര് നൽകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അടുത്തതായി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കുവാനുള്ള പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഇവ എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞു, ഒരു ഗ്രാഫ് നെയിം ചെയ്യുന്നത് ഗ്രാഫ് വരയ്ക്കുന്നതിന് വേണ്ടി വൈ ആക്സിസിൽ എന്താണോ എടുത്തിരിക്കുന്നത് അത് ആദ്യമായും അതിനുശേഷം എക്സ് ആക്സിസിൽ എന്താണോ എടുത്തിരിക്കുന്നത് അത് രണ്ടാമതായും ഉപയോഗിച്ചാണ്. പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഇവയുടെ പേരിൽ നിന്നും ഒരു ഗ്രാഫ് വരയ്ക്കുന്നതിന് വേണ്ടി പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് വൈ ആക്സിസിലും, പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്നാൽ ഒരു വസ്തുവിൻ്റെ സ്ഥാനം, അത് വൈ ആക്സിസിലും, ആ സ്ഥാനം ഏത് സമയത്തായിരുന്നു എന്നുള്ള സമയം, അതായത് ടൈം, എക്സ് ആക്സിസിലും എടുത്തുകൊണ്ട് വരയ്ക്കുന്ന ഗ്രാഫാണ്. ഒന്നുകൂടി ഞാൻ പറയാം. Position time graph is a graph plotted by taking position along y-axis and time along x-axis. ഇതേ രീതിയിൽ തന്നെ നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫും മനസ്സിലാക്കുന്നതിന് സാധിക്കും. വെലോസിറ്റി ടൈം ഗ്രാഫ് ഇസ് എ ഗ്രാഫ് പ്ലോട്ടഡ് ബൈ ടേക്കിംഗ് വെലോസിറ്റി along y-axis and time along x-axis. പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഇവ എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചുകൊണ്ട് ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നും എന്താണ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്നും മനസ്സിലാക്കാം. ഈ ഗ്രാഫ് വരയ്ക്കുന്നതിന് വേണ്ടി ടെക്സ്റ്റിലെ ടേബിൾ 2.2 ഡാറ്റയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഈ ഗ്രാഫ് പേപ്പറിൻ്റെ മുകളിൽ തന്നെ കാണിച്ചിരിക്കുന്നു. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഗ്രാഫ് ഷീറ്റിൻ്റെ മുകളിലായി ഇതുപോലെ ഡാറ്റ എഴുതണമെന്നില്ല. പക്ഷേ ഞാനത് നമുക്ക് കാണാൻ എളുപ്പത്തിന് വേണ്ടി ഞാനിങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഈ ഡാറ്റ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാം എന്ന് മനസ്സിലാക്കാം. ഏത് ഗ്രാഫും വരയ്ക്കുന്നതിന് വേണ്ടി ആദ്യമായി നമുക്ക് വരയ്ക്കേണ്ടത് ഗ്രാഫിലെ ആക്സിസുകളാണ്. അവ വരയ്ക്കുന്നതിനായി നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ പരിശോധിക്കുക. ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ ടൈമാണ് വരയ്ക്കേണ്ടത്, വൈ ആക്സിസിൽ പൊസിഷനും. ഇവ രണ്ടും പോസിറ്റീവ് വാല്യൂസ് ആണ് എന്ന് ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. പോസിറ്റീവ് വാല്യൂസ് പ്ലോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വൈ ആക്സിസിൻ്റെ അപ്പർ സൈഡും എക്സ് ആക്സിസിൻ്റെ റൈറ്റ് സൈഡും മാത്രം മതിയാകും നമുക്ക്. ആയതുകൊണ്ട് ഗ്രാഫിൻ്റെ ആ ഭാഗം മാത്രം ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട്, ആ ഭാഗം മാത്രം വലുതാക്കിക്കൊണ്ട്, അതായത് വൈ ആക്സിസിൻ്റെ അപ്പർ സൈഡും, ഒറിജിനിൽ നിന്ന് അപ്പർ സൈഡും എക്സ് ആക്സിസിൻ്റെ റൈറ്റ് സൈഡും മാത്രമേ നമ്മൾ ഗ്രാഫിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ ഗ്രാഫ് നമുക്ക് ഏത് ഗ്രാഫാണോ വരയ്ക്കേണ്ടത് ഡാറ്റയ്ക്ക് അനുസരിച്ച് ഗ്രാഫിൽ അതിനുള്ള ക്രമീകരണം നമുക്ക് നടത്താവുന്നതാണ്. ഈ ഡാറ്റയിൽ തന്നിരിക്കുന്ന രീതിയിൽ ഒരു ഗ്രാഫ് വരയ്ക്കുന്നതിന് ആവശ്യമായ ആക്സിസുകൾ നമുക്ക് ആദ്യമായി വരയ്ക്കാം. ആദ്യമായി ഞാൻ എക്സ് ആക്സിസ് വരയ്ക്കുകയാണ്. ശ്രദ്ധിക്കുക. ഇതേ രീതിയിൽ ഞാൻ എക്സ് ആക്സിസ് വരച്ചിരിക്കുന്നു. ഇതേ രീതിയിൽ എക്സ് ആക്സിസ് വരച്ചിരിക്കുകയാണ്. എക്സ് ആക്സിസിന് നമുക്ക് പേര് നൽകാം. എങ്ങനെയാണ് നമ്മൾ പേര് നൽകുന്നത്? എക്സ് ആക്സിസിൻ്റെ റൈറ്റ് സൈഡിൽ എക്സ് എന്നും ലെഫ്റ്റ് സൈഡിൽ എക്സ് ഡാഷ് എന്നുമാണ് നമ്മൾ പേര് നൽകാറുള്ളത്. ഇതേ രീതിയിൽ നമ്മൾ എക്സ് ആക്സിസ് വരച്ചിരിക്കുന്നു.
ഇനി അടുത്തതായി നമുക്ക് വരയ്ക്കേണ്ടത് വൈ ആക്സിസ് ആണ്. ഇതേ രീതിയിൽ നമ്മൾ വൈ ആക്സിസും വരച്ചിരിക്കുന്നു. ഓക്കെ, വൈ ആക്സിസിന് നമുക്ക് പേര് നൽകാം. വൈ ആക്സിസിൻ്റെ മുകളിലായി വൈ എന്നും താഴെയായി നമ്മൾ വൈ ഡാഷ് എന്നും നൽകിയിരിക്കുന്നു. അടുത്തതായി നമുക്ക് ഈ ഗ്രാഫിനെ ഒന്ന് ലേബൽ ചെയ്യാം. വൈ ആക്സിസിൽ എടുത്തിരിക്കുന്നത് പൊസിഷനും എക്സ് ആക്സിസിൽ ടൈമുമാണ്. അതിനാൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വൈ ആക്സിസിൽ പൊസിഷൻ എന്നും എക്സ് ആക്സിസിൽ ടൈം എന്നും ലേബൽ ചെയ്യുക. ഗ്രാഫ് പേപ്പറിൽ ഓരോ സെൻറ്റിമീറ്ററിനുമിടയിലായി തിക്ക് ലൈനുകളും അവയ്ക്കിടയിൽ മധ്യഭാഗത്തായി തിൻ ലൈനുകളും ഉള്ളതായി നിങ്ങൾക്കറിയാമല്ലോ. ഇവയിൽ ആക്സിസ് വരയ്ക്കുമ്പോൾ ഗ്രാഫ് പേപ്പറിലെ തിക്ക് ലൈനിലൂടെ കട്ടിയുള്ള വരകളിലൂടെ വരയ്ക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്തതായി ഗ്രാഫ് വരയ്ക്കുന്നതിന് വേണ്ടി അനുയോജ്യമായ ഒരു സ്കെയിൽ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. സ്കെയിൽ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ. എക്സ് വൈ ആക്സിസുകളിലെ 1 സെൻറ്റിമീറ്റർ എന്നാൽ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി എത്രമാത്രമാണ് എന്ന് പ്രസ്താവിക്കുന്നതിനെയാണ് സ്കെയിൽ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റയിൽ എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യേണ്ട വാല്യൂസ് 0, 1, 2, 3 ഇവയാണ്. 0 മുതൽ 3 വരെ നമുക്ക് ഗ്രാഫ് പേപ്പറിൽ എളുപ്പത്തിൽ അടയാളപ്പെടുത്തുവാൻ സാധിക്കുന്നത് കൊണ്ട് we can take the scale in x-axis as 1 centimeter equal to 1 second. ഇതേപോലെ വൈ ആക്സിസിലെ പൊസിഷനും 0, 1, 2, 3 ഇവയാണ്. So we can take the scale in y axis as 1 centimeter equal to 1 meter. അടുത്തതായി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. അതിനായി വൈ ആക്സിസിൽ പൊസിഷനും എക്സ് ആക്സിസിൽ ടൈമുമാണ് മാർക്ക് ചെയ്യേണ്ടത്. ഈ ഗ്രാഫിന് വേണ്ടി നാം എടുത്തിരിക്കുന്ന സ്കെയിൽ അനുസരിച്ച് വൈ ആക്സിസിൽ 1, 2, 3 എന്ന് അടയാളപ്പെടുത്തുന്നു. അതേ രീതിയിൽ തന്നെ എക്സ് ആക്സിസിലും 1, 2, 3 എന്ന് ഓരോ സെൻറ്റിമീറ്ററിലും ഗ്രാഫ് പേപ്പറിൽ അടയാളപ്പെടുത്തുന്നു. 0, 0 എന്ന പോയിൻ്റ് ഒറിജിനാണ്, അത് നമ്മൾ മാർക്ക് ചെയ്തു. അടുത്തതായിട്ട് 1, 1 മാർക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. എക്സ് ആക്സിസിലെ 1ഉം വൈ ആക്സിസിലെ 1ഉം മീറ്റ് ചെയ്യുന്ന സ്ഥലത്താണ് 1, 1 മാർക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ 2, 2 വൈ ആക്സിസിലെയും എക്സ് ആക്സിസിലെയും 2 മീറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ 2, 2 അടയാളപ്പെടുത്തി. ദെൻ 3, 3 എക്സ് ആക്സിസിലെ 3യും വൈ ആക്സിസിലെ 3യും മീറ്റ് ചെയ്യുന്നിടത്താണ് നമ്മൾ 3, 3 എന്ന പോയിൻ്റ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാഫ് വരയ്ക്കുന്നതിനുള്ള പോയിൻ്റുകൾ ഗ്രാഫ് പേപ്പറിൽ അടയാളപ്പെടുത്തി. ഈ പോയിൻ്റുകളെ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുകയാണ് അടുത്തതായി ചെയ്യേണ്ടത്. ആ ലൈനാണ് നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫായി കൺസിഡർ ചെയ്യുന്നത്. ഇതേ രീതിയിലാണ് നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ടെക്സ്റ്റിലെ ടേബിൾ 2.2 ഉപയോഗിച്ചാണ് ഈ ഗ്രാഫ് ഇപ്പോൾ വരച്ചത്. ടേബിൾ 2.3 ഉപയോഗിച്ചുള്ള ഗ്രാഫാണ് ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. ഈ ഗ്രാഫ് പേപ്പറിൻ്റെ മുകളിലായി ടേബിൾ 2.3 കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ടേബിൾ ഉപയോഗിച്ച് വരച്ചിരിക്കുന്ന ഗ്രാഫ്, ഈ ടേബിളിലെ ഡാറ്റ അനുസരിച്ച് നമ്മൾ എടുത്തിരിക്കുന്ന സ്കെയിൽ, അവ ഉപയോഗിച്ച് വരച്ചിരിക്കുന്ന ഗ്രാഫ്, ഇവ നിങ്ങൾ ശ്രദ്ധിക്കുക. ടൈമിൻ്റെ വാല്യൂ 1 to 6 ആണ് നൽകിയിരിക്കുന്നത്. എക്സ് ആക്സിസിൽ 6 പോയിൻറ്റ്സ് അടയാളപ്പെടുത്താൻ സാധിക്കുന്നത് കൊണ്ട് സ്കെയിൽ ഓഫ് എക്സ് ആക്സിസ് 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 സെക്കൻഡ് എന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. എന്നാൽ വൈ ആക്സിസിൽ അടയാളപ്പെടുത്തേണ്ട പൊസിഷൻ ശ്രദ്ധിക്കുക. 0 to 12 ആണ് പൊസിഷൻ്റെ വാല്യൂ. 0 മുതൽ 12 വരെ നമുക്ക് ഗ്രാഫ് പേപ്പറിൽ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ എന്ന സ്കെയിൽ ഉപയോഗിച്ച് എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് we are taking the scale of y axis as 1 centimeter equal to 2 meter for y axis. കുട്ടികളെ, നമ്മൾ വരച്ച പൊസിഷൻ ടൈം ഗ്രാഫുകളിലൂടെ നമുക്ക് എങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കാമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ.
ഇനി പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനാണ് ഫിഗർ 2-3യുമായി കണക്ട് ചെയ്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പേജ് നമ്പർ 32-ൽ ശ്രദ്ധിക്കുക. ദ പൊസിഷൻ ടൈം ഗ്രാഫ് റിഗാർഡിംഗ് ദ മോഷൻ ഓഫ് എ കാർ ഈസ് ഗിവൺ. ഫൈൻഡ് ഔട്ട് ഫ്രം ദ ഗ്രാഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ഇൻ 8 സെക്കൻഡ്. 8 സെക്കൻഡ് കൊണ്ട് കാർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഈ ഗ്രാഫിൽ നിന്നും കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ താഴത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. യു ഹാവ് ടു ഡ്രോ എ പെർപെൻഡിക്കുലർ അറ്റ് 8th സെക്കൻഡ് ഫ്രം എക്സ് ആക്സിസ്. ആ ഡോട്ടഡ് ലൈനിൽ 8th സെക്കൻഡിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നത് നോക്കുക. ആ പെർപെൻഡിക്കുലർ ഗ്രാഫിൽ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റിലേക്ക് വൈ ആക്സിസിൽ നിന്നും മറ്റൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. വൈ ആക്സിസിൽ നിന്നും വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ 40ൽ നിന്നുമാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാറിൻ്റെ 8th സെക്കൻഡിലെ പൊസിഷൻ 40 മീറ്റർ ആണ് എന്ന് മനസ്സിലാക്കാം. ചിത്രത്തിൽ ശ്രദ്ധിക്കുക. ഡിഫറൻ്റ് ആയിട്ടുള്ള 5 പൊസിഷൻ ടൈം ഗ്രാഫുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഇവ വിശകലനം ചെയ്യുന്നത് വഴി വ്യത്യസ്തങ്ങളായിട്ടുള്ള പൊസിഷൻ ടൈം ഗ്രാഫുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ആദ്യത്തെ ഗ്രാഫ് ശ്രദ്ധിക്കുക. ഗ്രാഫ് എ ശ്രദ്ധിക്കുക. ഇറ്റ്സ് എ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിംഗ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ഗ്രാഫ് ബി is the position time graph of a body moving with non-uniform velocity. ഗ്രാഫ് സി ശ്രദ്ധിക്കുക. ഏത് ടൈം എടുത്താലും അതിൻ്റെ പൊസിഷൻ ഒന്ന് തന്നെയാണ്. പൊസിഷൻ 2ലാണെങ്കിൽ എപ്പോഴും പൊസിഷൻ 2 ആണ്. എപ്പോഴും പൊസിഷൻ 2 ആണെങ്കിൽ എന്താണ്? ദ ബോഡി ഇസ് അറ്റ് റെസ്റ്റ്. സി ഇസ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി അറ്റ് റെസ്റ്റ്. ഡി ആൻഡ് ഇ ആർ നോട്ട് എ പൊസിഷൻ ടൈം ഗ്രാഫ്. എന്താ കാരണം എന്ന് പറയാമോ? ഡിയിലും ഇയിലും ആ വരച്ചിരിക്കുന്ന ബ്ലൂ ലൈൻ ശ്രദ്ധിക്കുക. നമുക്കൊന്ന് ഗ്രാഫ് ഒന്ന് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ബ്ലൂ ലൈൻ വരച്ചിരിക്കുന്നത്. ആ ബ്ലൂ ലൈൻ ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള പൊസിഷനാണ്. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഡി എന്ന് പറയുന്ന ഗ്രാഫിന് 3 പൊസിഷൻ ഉണ്ട്. അങ്ങനെ ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാകാൻ പറ്റില്ല. ഒരു ടൈമിൽ ഒരു പൊസിഷനേ ഉണ്ടാകാൻ പറ്റുള്ളൂ. അതിനാൽ ഡി ഈസ് നോട്ട് എ പൊസിഷൻ ടൈം ഗ്രാഫ്. ലൈക്ക് ദാറ്റ് ഇ ഈസ് ഓൾസോ നോട്ട് എ പൊസിഷൻ ടൈം ഗ്രാഫ്. എക്സാമിന് ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കുറേ ഗ്രാഫുകൾ തന്നിട്ട് ഏതാണ് പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലാത്തത് എന്ന് ചോദിക്കും. നിങ്ങൾ നോക്കുക, ഏതെങ്കിലും ഒരു ഗ്രാഫിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒന്നിൽ കൂടുതൽ പൊസിഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ നോട്ട് ബി എ പൊസിഷൻ ടൈം ഗ്രാഫ്. എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നതുകൂടി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫ് ഉപയോഗിച്ചുള്ള ഇക്വേഷൻ ഡെറിവേഷനെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. The name itself reveals that velocity time graph is a graph plotted by taking velocity along y-axis and time along x-axis. We will study the uses of velocity time graph in the next class. നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വെലോസിറ്റി ടൈം ഗ്രാഫിനെ കുറിച്ച് കൂടുതലായി പഠിക്കാം.